കമൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, തിരിച്ചറിയാൻ പോലും കഴിയാതെ പോയ ആളുകൾക്ക് സംസ്കാര ചടങ്ങ് ഒരു വശത്ത് അവിടെ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ആദ്യ സമയത്ത് വയനാട് വടുവഞ്ചാലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്തു. KSEBയും വനംവകുപ്പും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, എവിടെ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? എങ്ങോട്ടേക്കാണ് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത്? മാധു വടുവഞ്ചാലിൽ നിന്നല്ല മൃതദേഹം കണ്ടെത്തിയത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഒരുപാട് വനത്തിനകത്തുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അവിടെ നിന്ന് ഒരു തരത്തിലും പുറത്തേക്ക് മൃതദേഹം കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും KSEB ജീവനക്കാരും അതുപോലെ നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് ഒരു മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയത്. അതാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു കമൽ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത്? ആ പ്രദേശം എന്ന് പറയുന്നത് ഇന്നലെ 3 പേർ രക്ഷാപ്രവർത്തകർ കുടുങ്ങിയ സ്ഥലമാണ്. വളരെ ദുർഘടമായ പ്രദേശം. മുകളിൽ ചെങ്കുത്തായ മല ഇറങ്ങി വേണം എത്താൻ. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വയനാടിൻ്റെ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് പുഴ താഴേക്ക് മലപ്പുറം ജില്ലയിലെ ചാലിയാറിലേക്ക് പതിക്കുന്ന ഭാഗമാണ്. അത് അത്രയും താഴ്ചയുള്ള കൊക്കയാണ്. അതിന് താഴെയാണ് തെരച്ചിലിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ നിന്ന് ഈ മൃതദേഹം ചുമലിലെത്തിയോ മറ്റേതെങ്കിലും തരത്തിലോ പുറത്തേക്ക് എത്തിക്കുക എന്നത് പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടും റിസ്ക്കും പിടിച്ചൊരു കാര്യം കൂടി തന്നെയാണ് കമൽ, അല്ലേ? ആ സ്ഥലത്ത് നിന്ന് ഒരു തരത്തിലും മറ്റു രീതിയിൽ പുറത്തെത്തിക്കാൻ ഇന്നലെ നമുക്കറിയാം മലപ്പുറം സ്വദേശികളായ 3 പേർ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ 2 വെള്ളച്ചാട്ടങ്ങൾക്കിടയിലുള്ള പാറക്കെട്ടിൽ കുടുങ്ങിപ്പോയിരുന്നു. ഒരാളെ വടം ഉപയോഗിച്ച് കയറ്റിക്കൊണ്ടുവരികയും മറ്റ് 2 പേരെ എയർലിഫ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അത്രയും ദുർഘടമാണ്. വയനാടൻ മലനിരകളുടെ ചെരിവാണത്. താഴേക്ക് മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കുത്തനെ ഉള്ള മലൻ ചെരിവാണ്. ഒക്കെയാണ് അവിടെയാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ഈ വെള്ളച്ചാട്ടത്തിന് താഴെ ഭാഗത്ത് വടുവഞ്ചാലിൽ നിന്ന് പരപ്പൻപാറ കോളനിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഇന്നത്തെ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ നിന്ന് മറ്റൊരു തരത്തിലും മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിയില്ല എന്നുറപ്പായതോടെയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്ത് മൃതദേഹം പുറത്തേക്ക് എത്തിച്ചത്. ഈ രക്ഷാപ്രവർത്തകർ മൃതദേഹം കണ്ടെത്തിയ ആളുകളെ എങ്ങനെയാണ് പുറത്തേക്ക് എത്തിക്കുക? അവരെ സംബന്ധിച്ച് അവർ ആ വഴി യാത്ര ചെയ്ത് പരിചയമുള്ള ആ പ്രദേശവാസികളും വനം വകുപ്പ് ജീവനക്കാരുമാണ്. അവർക്ക് ഈ മൃതദേഹം ചുവലിലെത്തി മുകളിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് പുറത്തേക്ക് വരാൻ നിലവിൽ പ്രശ്നങ്ങളില്ല. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹം എയർലിഫ്റ്റ് ചെയ്തത്. ഇന്നലെ രക്ഷാപ്രവർത്തകർ കുടുങ്ങിപ്പോയ പ്രദേശമാണ്. അവിടെ നിന്ന് മൃതദേഹം ചുമന്നു കൊണ്ടുവന്ന് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമായി പോകും. അതുകൊണ്ടാണ് മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. അവിടെ രക്ഷാപ്രവർത്തകർ ഇന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവിടെ നിന്ന് മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ മറ്റൊരു വഴിയിലൂടെ തിരികെ പുറത്തേക്ക് എത്തിക്കൊള്ളും എന്നുള്ളതാണ് കമൽ വ്യക്തമാക്കുന്നത്.